പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് ഒന്നിച്ച് ചേർന്ന് വരുവാം. സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷ റോസ് ഫാമിലി ഈ ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന റോസ് ഫാമിലിയെ ഓർക്കുന്നു. മറ്റ് അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 7ാമത്തെ വേദഭാഗം മുതലാണ്. ഇനിയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ഒരല്പം മുന്നോട്ട് വേഗത്തിൽ പോകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് 7ാമത്തെ വാക്യത്തെ നമുക്കൊന്ന് വായിക്കാം. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാനാണ് യോഹന്നാൻ വന്നത്. അപ്പം യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്നത് വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനാണ്. 1-ാമത്തെ യോഹന്നാൻ്റെ കർത്തവ്യം അത് തന്നെയായിരുന്നു. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഈ ഇന്ത്യയിലേക്ക് വരുന്നുവെങ്കിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് അദ്ദേഹം സഞ്ചരിക്കുന്ന താമസിക്കുന്ന ഇടങ്ങളെല്ലാം പരിശോധിച്ച് അത് ഓക്കെ അടിച്ചാൽ മാത്രമാണ് അവരുടെ നേതാവ് ഇന്ത്യയിലേക്ക് വരികയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിന് മുന്നോടിയായിട്ട് സ്നാപക യോഹന്നാൻ വന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം ഏലിയാവ് വീണ്ടും ആകുന്നത് നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 1-ാം വരവിന് സ്നാപക യോഹന്നാനാണ് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ വഴി കാണിക്കുന്നതെങ്കിൽ 2-ാമത്തെ ഇതിന് സാക്ഷിയാകുന്നത് ആരാണ്? ഏലിയാവാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ വെളിച്ചത്തിന്റെ സാക്ഷ്യം പറയുവാനാണ് യോഹന്നാൻ വന്നിരിക്കുന്നത്. അപ്പൊ യോഹന്നാന്റെ വരവിനെ കുറിച്ച് എഴുത്തുകാരൻ സ്പഷ്ടമായിട്ട് പറയുകയാണ്, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിന് വന്നിരിക്കുന്നു. അതെന്തിനാണ് വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിന്? കർത്താവായ യേശുക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8:12 പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അനേകര് കർത്താവിനെ ഒന്ന് വീണ്ടും പോലെ അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ വെളിച്ചത്തെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നതെന്ന് എഴുത്തുകാരൻ പറയുകയാണ്. ഈ വാക്യം മനുഷ്യർ പാപത്തിൽ വീണ് കിടക്കുന്ന അവസ്ഥയുടെ ഫലത്തെയാണ് കാണിക്കുന്നത്. എന്താ വെളിച്ചവും ഇരുളും? വെളിച്ചവും ഇരുളും എന്ന് പറയുന്നത് മനുഷ്യൻ പാപത്തിൽ വീണ് കിടക്കുന്ന അവസ്ഥയെയാണ് എഴുത്തുകാരൻ കാണിച്ചു തരുന്നത്. അത് മനുഷ്യൻ പാപത്തിൽ കിടക്കുകയാണ്, അന്ധകാരത്തിൽ കിടക്കുകയാണ്, ഇരുട്ടിൽ കിടക്കുകയാണ്. ആ വെളിച്ചന്, ആ മനുഷ്യന് വഴി നടക്കുവാൻ വെളിച്ചം ആവശ്യമാണ്. അവന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അവന് വെളിച്ചം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രാധാന്യത ലോകത്തെ വിളിച്ചറിയിക്കുകയാണ്. ക്രിസ്തു വെളിച്ചമായവൻ, ഈ വലിയ വെളിച്ചത്തെയും ചെറിയ വെളിച്ചത്തെയും സൃഷ്ടിച്ചവൻ, കോടാനുകോടി വെളിച്ചങ്ങളെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയവൻ, ആ വെളിച്ചം, ആ സൃഷ്ടാവായ ദൈവം വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്നത് അത് സാക്ഷീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ പറഞ്ഞത് അവൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വെളിച്ചം എന്ന് പറയുന്ന ഈ വാക്യം മനുഷ്യർ പാപത്തിൽ വീണ് കൊടുക്കുന്ന അവസ്ഥയെയാണ് എഴുത്തുകാരൻ കാണിക്കുന്നത്. മനുഷ്യകുലം മുഴുവൻ പാപത്തിലും ഇരുട്ടിലുമാണ് എന്ന അവസ്ഥയാണ് ആ ഒരൊറ്റ വാക്യം കൊണ്ട് കാണിക്കുന്നത്. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചത്തെ ഇരുളിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചത്തെ ഇരുളിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ആ വെളിച്ചമായ കർത്താവിനെ
ഈ ഇരുളിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, ഇരുണ്ട് കിടക്കുന്ന ഒരു മുറിയിലേക്ക് നമ്മളൊരു വിളക്കും കത്തിച്ച് കയറി ചെല്ലുമ്പോൾ ആ ഇരുട്ടെല്ലാം ഓടി ഒളിക്കുകയാണ്. അതുവരെയും ഇരുണ്ട് കിടന്ന ആ മുറിയിലേക്ക് ഒരു ചെറിയ വെളിച്ചവുമായിട്ട് നമ്മൾ കയറുമ്പോൾ ആ ഇരുട്ടെല്ലാം ഓടി ഒളിക്കുകയാണ്. ആ ഇരുട്ടിന്റെ പ്രവൃത്തികൾ അതിൽ എന്തെല്ലാമായിരുന്നു? അതിൽ കാണേണ്ടതിന് ഒന്നും കാണിച്ചിരുന്നില്ല. ഇരുട്ടിന്റെ പ്രവൃത്തികൾ നമുക്കറിയാം. നമുക്ക് ഈ ലോകത്ത് നമുക്ക് അറിയേണ്ടതും കാണേണ്ടതുമായതെല്ലാം ഇരുട്ട് മറച്ചു മൂടി, ഇരുട്ടിനാൽ മൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ ആ മൂടിക്കിടന്ന, ഇരുട്ടുകൊണ്ട് മൂടിക്കിടന്ന ഓരോ വസ്തുക്കളെയും നാം കാണുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ, ഇരുട്ടാകുന്ന ലോകത്തിലേക്ക് വെളിച്ചമാകുന്ന കർത്താവ് പ്രവേശിച്ചപ്പോൾ യഥാർത്ഥമായി അറിയേണ്ടത് നാം അറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേക ഓർക്കണം. അതുകൊണ്ട് ദൈവം വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ യോഹന്നാനെ അയച്ചു. അപ്പൊ മുന്നമേ യോഹന്നാനെ അയച്ച് ഈ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ അവനെ അയച്ചു. വെളിച്ചത്തിന് സാക്ഷി നിൽക്കുവാൻ, താൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിയുവാനും അറിവുള്ള കാര്യം മാത്രം പ്രസ്താവിക്കുവാനുമാണ് അവൻ വന്നത്. അവൻ വന്ന് ഈ ലോക കാര്യങ്ങൾ ഒന്നും വിളിച്ചറിയിക്കുവാനല്ല. യോഹന്നാന്റെ ദൗത്യമേ അതായിരുന്നില്ല. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് മുഴുവൻ യോഹന്നാൻ എന്ന ആ ഒരു മുന്നമേ വന്ന മനുഷ്യനെ കുറിച്ചായിരുന്നു. ആ മനുഷ്യന് വിളിച്ചു പറയുവാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ ആയിരുന്നു. എല്ലാവരും കർത്താവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ സാക്ഷീകരിച്ചത് കർത്താവ് മരിച്ചതിന് ശേഷമാണ്. കർത്താവിന്റെ സാക്ഷ്യം അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതും അവര് സാക്ഷീകരിച്ചതും കർത്താവ് മരിച്ചതിന് ശേഷമാണ്. എന്നാൽ അവര് പറയേണ്ടതെല്ലാം കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ലോകത്തോട് വിളിച്ചറിയിച്ച ഒരൊറ്റ മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ അവനെ ആരഴിച്ചു? അവനെ ദൈവം അഴിച്ചു. കർത്താവിന് മുന്നോടിയായി സാക്ഷ്യത്തെക്കുറിച്ച്, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതിന് അവനെ അഴിച്ചു. സാക്ഷി നിൽക്കുവാൻ എന്തെങ്കിലും ഊഹം പ്രസ്താവിക്കുന്നവനല്ല, സ്വന്തം അഭിപ്രായം പറയുന്നവനുമല്ല. യോഹന്നാൻ വന്നിട്ട് ഞാൻ ഊഹിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു, ഒരുപക്ഷെ അങ്ങനെ ആകാം. നോ, ഊഹവും പിന്നെ എന്താണ് സ്വന്തം അഭിപ്രായങ്ങളൊന്നുമല്ല യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാൻ പറഞ്ഞത് ഇത് ലോകത്തിന്റെ വെളിച്ചമാണ്, ഇത് ലോകത്തിന് വെളിച്ചം തരുവാൻ വന്നിരിക്കുകയാണ്. മലാക്കിയുടെ പുസ്തകം വരെയും ഇരുണ്ട് കിടന്ന, പിന്മാറിപ്പോയ, പ്രൈസ് ദി ലോർഡ്, ദൈവം വേണ്ട എന്ന് വിചാരിച്ചവർ, പ്രൈസ് ദി ലോർഡ്, ഇസ്രയേലിന്റെ നാഥനായ ദൈവത്തെ തള്ളിക്കളഞ്ഞ, ഈ ലോകത്തിലെ മറ്റു പലതിലും ആശ്രയിച്ചു നടന്ന ആ ജനസമൂഹത്തിന്റെ നടുവിലേക്ക് ഇത വെളിച്ചമായി തന്റെ ഏകജാതനായ പുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് യോഹന്നാനെ കൊണ്ട് വിളിച്ചു പറയുകയാണ്. യോഹന്നാനിലൂടെ ഈ ലോകം അറിയുകയാണ് അവൻ വെളിച്ചമാണ്, കർത്താവായ യേശുക്രിസ്തു വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ വെളിച്ചമായ ക്രിസ്തുവിന് സാക്ഷ്യം പറയുവാൻ ക്രിസ്തുവിങ്കിലേക്ക് തന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് യോഹന്നാൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് കേരളത്തിൽ തന്നെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രാഹ്മണൻ വഴി പോകുമ്പോൾ ആ ബ്രാഹ്മണന്റെ മുന്നിൽ നടന്ന് വിളിച്ചു പറയുന്നവരുണ്ടായിരുന്നു. തീണ്ടപ്പാടകലെ നിൽക്കേണ്ടവര് മാറിപ്പോകേണ്ടതിന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരു സംവിധാന വ്യവസ്ഥ ഈ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു. അവര് വിളിച്ചു പറയുമ്പോൾ അവരെല്ലാം അവർക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന അത്രയും അടി ദൂരത്ത് നിൽക്കണമായിരുന്നു. ഒരു ബ്രാഹ്മണൻ വന്നു കഴിയുമ്പോൾ ഒരു നായര് 18 അടി ദൂരത്തും, ഒരു ഈഴവൻ 36 അടി ദൂരത്തും, ഒരു കീഴ്ജാതിക്കാരൻ പറയനും പുലയനും 56 അടി ദൂരത്തിലും നിൽക്കണമായിരുന്നു. എന്നാൽ കർത്താവിന് സാക്ഷ്യം പറയുവാൻ വന്നവര് അവൻ തന്റെ ശ്രോതാക്കളെ മുഴുവൻ ഈ വെളിച്ചത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു. അതായത് ഒരു വെളിച്ചത്തിലേക്ക് ഇരുട്ടിലുള്ള പ്രാണികളെല്ലാം ഓടി അടുക്കുന്നത് പോലെ, ആ വെളിച്ചം എന്ത് എന്ന ആകാംക്ഷയോടെ അതുങ്ങൾ ഓടി അടുക്കുന്നത് പോലെ
ഇരുളിൽ കിടക്കുന്ന മനുഷ്യർ മുഴുവൻ ഈ വെളിച്ചത്തിലേക്ക് വരിക എന്ന ദൗത്യമാണ് യോഹന്നാന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വെളിച്ചമായ ക്രിസ്തുവിന് സാക്ഷ്യം പറയുവാൻ ക്രിസ്തുവിങ്കിലേക്ക് തന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കുകയും വെളിച്ചമായ പങ്കിലേക്ക് അവരെ നടത്തുകയും ചെയ്തു. അപ്പോ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ആ വെളിച്ചത്തിലേക്ക് മാനസാന്തര സ്നാനത്തിലൂടെ അവർ ഒരുക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ഓർക്കണം, ഇവൻ വെളിച്ചമാണെന്ന് പറഞ്ഞേച്ചുവങ്ങ് കടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനായിരുന്നില്ല. ആ വെളിച്ചത്തിലേക്ക് ഇസ്രയേലിനെയും പാലസ്തീനിലും യഹൂദയിലുമുള്ള സകല മനുഷ്യരെയും മാനസാന്തര സ്നാനപ്പെടുത്തി കർത്താവിലേക്ക് നടത്തുകയായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, പിറ്റേ ദിവസം യോഹന്നാനും ശിഷ്യന്മാരും നിൽക്കുമ്പോൾ യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. യോഹന്നാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. തന്റെ കൂട്ടത്തിലുള്ള, തന്റെ സഭയിലുള്ള ചിലര് യേശുവിനെ അനുഗമിക്കുന്ന കണ്ടപ്പോൾ യോഹന്നാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം ഞാൻ നിങ്ങളിൽ നിന്നും വാങ്ങിപ്പോകുവാനുള്ളവനാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നും മാറിപ്പോകേണ്ടതാണ്, എന്റെ ശേഷം അവനാണ് ഈ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടതും, അവൻ വെളിച്ചം തന്നെയാണോ എന്നും യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ ശിഷ്യന്മാരെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചത് അവൻ വെളിച്ചമാണ്, അവന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുഴിയിൽ വീഴുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ അന്ധകാരമായവൻ ഞങ്ങളെ പിടിക്കുകയില്ല, കാരണം അവന്റെ കയ്യിൽ വെളിച്ചമുണ്ട്. അപ്പൊ യഥാർത്ഥ വെളിച്ചമായവനെ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. തന്റെ ശിഷ്യന്മാർ അവനെ അനുഗമിക്കുന്നത് കണ്ടിട്ടും ഒരു എതിർപ്പും പറഞ്ഞില്ല. അതാണ് ശരി, നിങ്ങളെല്ലാം എന്നെ വിട്ട് അവന്റെ പുറകെയാണ് പോകേണ്ടത്. നമ്മുടെ കർത്താവിന്റെ നാമമാണ് ഈ ലോകത്ത് മഹത്വം എടുക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം തന്നെ പറയുന്നതാണ്, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിക്കോദിമോസിനോട് പറഞ്ഞതുപോലെ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. അവൻ ഉയർത്തപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ പിതാവെങ്കിലേക്ക് കടന്നുപോയെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും അവങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനാണ്. അപ്പൊ യോഹന്നാനും വിളിച്ചു പറഞ്ഞത് അത് തന്നെയാണ്, ഈ വെളിച്ചത്തിലേക്ക് ഇരുളിൽ കിടക്കുന്ന എല്ലാവരും ആകർഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം തന്റെ കൂടെ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നിഗളിച്ചു പോകാമായിരുന്നു, ഒത്തിരി നിഗളിച്ചു പോകാവുന്ന ഒരു വ്യക്തിയായിരുന്നു. യോഹന്നാന്റെ പാരമ്പര്യം മഹാപുരോഹിതന്റെ പുത്രനാ. അവന്റെ ജനനം തന്നെ ഇസ്രയേലിന് ഒരു അത്ഭുതമായിരുന്നു. സക്രിയ പുരോഹിതൻ ധൂപം കാണിക്കുവാൻ കയറുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി അവന് ഈ വാഗ്ദത്ത സന്തതിയെ കൊടുക്കുന്നത്. അതുവരെയും ആ മഹാപുരോഹിതൻ ഈ കുഞ്ഞിന് പേരിടുന്നത് വരെയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പൊ ഇസ്രയേലിന് ഒരടയാളമായവനാണ് ഇവൻ. അത് മാത്രമല്ല, ഏലിയാവിന്റെ വസ്ത്രം ധരിച്ചവൻ. അവന്റെ മുടിയൊന്നും ക്ഷവരം ചെയ്തിരുന്നില്ല, നാസ്യവ്രതക്കാരനായിരുന്നു. ഒത്തിരി മഹിമ പറയുവാനുണ്ട്. ആ മനുഷ്യനാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, ഞാനോ കുറയണം, അവനോ വളരേണം. അപ്പൊ അതാണ് ഏതൊരു വ്യക്തിയും വേണ്ടത്. നമ്മളിലൂടെ കർത്താവ് മഹത്വം എടുക്കണം. നമ്മളിലൂടെ എത്രത്തോളം കർത്താവിനെ ഉയർത്തുവാൻ കഴിഞ്ഞോ അത്രത്തോളം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയണം. ഇവരെല്ലാം കാണിച്ചു തന്ന മാതൃക അതാണ്. തന്നെത്താൻ പുകഴ്ചയെടുക്കുകയല്ല, തന്നെത്താൻ മഹത്വമെടുക്കുകയല്ല. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൽ എല്ലാവരും, യഹൂദയിലെ എല്ലാവരും അവനിൽ വിശ്വസിച്ചു. പാപങ്ങളെ അവര് മാനസാന്തര സ്നാനമേറ്റു. ആ സ്നാനമേറ്റുവെങ്കിലും അവന്റെ കണ്ണ് പരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്നെ അഴിച്ചവൻ എന്നോട്,
ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ വെള്ളത്താലും ആത്മാവ് കൊണ്ടും സ്നാനപ്പെടുത്തുന്നവനാകുന്നു. അപ്പൊ നീ കാത്തിരിക്കുന്നവൻ ഒരടയാളം ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് അവൻ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് എല്ലാവരും കടന്നു വരണം. ഹല്ലേലൂയ. ഇവിടെ തന്നെ കുറിച്ച് ഒന്നും തന്നെ പറയാതെ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു നല്ല ശിഷ്യൻ, തന്നെ കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നേ. ഞാൻ സക്കറിയാവിന്റെ മകനാണെന്നോ, എൻ്റെ കുലമോ ലേവ്യ ഗോത്രമോ, നോ, അതൊന്നും അദ്ദേഹത്തിന് അതൊന്നുമല്ല വിഷയം. എങ്ങനെയെങ്കിലും തൻ്റെ ശുശ്രൂഷയെ തികച്ച ദൈവം എന്നെ ഏൽപ്പിച്ചത് നിറപടിയായിട്ട് നിവർത്തിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴാണ് ദൈവനാമം മഹത്വമെടുക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യരിലൂടെ ദൈവനാമം മഹത്വമെടുക്കുന്നത്? ദൈവത്തിന്റെ നാമം നമ്മൾ മൂലം ഉയർത്തപ്പെടുമ്പോഴാണ്. യോഹന്നാൻ എന്താണ് തന്നെ കുറിച്ച് ഒന്നും തന്നെ പറയാതെ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. യേശുവിന്റെ ആദ്യ ശിഷ്യന്മാർ ചിലർ യോഹന്നാനിൽ കൂടി യേശുവിൽ വിശ്വസിച്ചു. നമുക്കറിയാം, ധന്യനായ പൗലോസ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം വായിക്കുമ്പോൾ എഫെസോസ് പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആദ്യം കണ്ടുമുട്ടുന്നത് യോഹന്നാന്റെ ശിഷ്യന്മാരെയാണ്. നിങ്ങൾ സ്നാനപ്പെട്ടോ? ഞങ്ങൾ സ്നാനപ്പെട്ടവരാ. ഏത് സ്നാനം? യോഹന്നാന്റെ മാനസാന്തര സ്നാനം. എന്നാൽ അവരോട് പൗലോസിന് എന്താണ് കൂടുതൽ ആദ്യം മുതൽ ഒന്നും പറയേണ്ട വന്നില്ല. പൗലോസ് ആ യോഹന്നാന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ഒരു വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അയ്യോ, അത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അത് ഇസ്രയേലിലെ നസ്രയനായ യേശു ക്രിസ്തുവായിരുന്നു. അതെ അതെ അതെ, അവൻ പോകുമ്പോഴെല്ലാം ഞങ്ങളുടെ ഗുരു അവനെക്കുറിച്ച് എല്ലാം ഞങ്ങളോട് പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ അപ്പൊ അത്രയും അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇനി ആ ക്രിസ്തുവിനെ കുറിച്ച് ഇവരോടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഗുരുവായ സ്ഥാപക യോഹന്നാൻ അവന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്നതാണ്. യഥാർത്ഥ രക്ഷകർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഇസ്രയേലിൽ എന്താണ് മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം പേറിക്കൊണ്ട് കാൽവരിയിലെ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 500-ൽ പരം മനുഷ്യർക്ക് പ്രത്യക്ഷനായി അവൻ പിതാവിന്റെ വലതുഭാഗത്തേക്ക് കയറിപ്പോയി. മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിനെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ എന്താണ് എഫെസോസിലെ ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച സ്നാനപ്പെട്ട പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാനിടയായി തീർന്നു. അങ്ങനെ എഫെസോസിലെ സഭയ്ക്ക് രൂപം കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഞാനൊന്നും അല്ലട്ടോ, ഒരുവൻ പുറകെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറിച്ച് ഒന്നും തന്നെ പറയാതെ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. യേശുവിന്റെ ആദ്യ ശിഷ്യന്മാർ ചിലർ യോഹന്നാനിൽ കൂടി യേശുവിൽ വിശ്വസിച്ചു. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കുമുള്ള അത്ഭുതകരമായ രക്ഷയുടെ വാഗ്ദാനമാണിത്. എന്തിനു പറയുന്നു? യോഹന്നാന്റെ ശിഷ്യന്മാരെയാണ് യേശു ആദ്യം അടിച്ചുകൊണ്ട് പോയത്. യോഹന്നാന്റെ ശിഷ്യന്മാരെയാണ് യേശു ആദ്യം അടിച്ചുകൊണ്ട് പോയത്. അത് യോഹന്നാൻ ഒരു കുഴപ്പമുണ്ടായില്ല. പത്രോസിന്റെ സഹോദരനായ ആന്ത്രിയോസിനെയും യോഹന്നാനെയും അവർ രണ്ടുപേരുമാണ് യേശു ആരെന്നറിയുവാൻ അവനെ പിഞ്ചെന്നത്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ യോഹന്നാന്റെ ശിഷ്യന്മാരെ യേശു അടിച്ചുകൊണ്ട് പോയി. അടിച്ചോണ്ട് പോയതല്ല, അവൻ പോകുന്നത് കണ്ട് അവൻ എവിടെ പാർക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് പുറകെ പോയതാണ്. അവർ കർത്താവിൻ്റെ നല്ല ശിഷ്യന്മാരായി തീർന്നു. ഈ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ആ സുവിശേഷത്തിന്റെ എഴുത്തുകാരനായി തീർന്നു യോഹന്നാന്റെ ആ ശിഷ്യന്മാരിൽ ആദ്യത്തെ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികളെ നാം ഒന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കുമുള്ള അത്ഭുതകരമായ രക്ഷയുടെ വാഗ്ദത്തമാണിത്. രക്ഷ എന്നത് ദൈവത്തിന്റെ കൃപയാലും ക്രിസ്തുവിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാലും സൗജന്യമാണ്. അപ്പൊ രക്ഷ എന്താണ്? പ്രത്യേകം ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യണം. രക്ഷ എന്താണ്?
രക്ഷ പ്രതികൾ ഓർക്കണം, രക്ഷ എന്നത് ദൈവത്തിന്റെ കൃപയാലും. എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്ന, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും അതിന് കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നത്. അപ്പൊ നമുക്ക് ഈ രക്ഷ ദാനമായി ലഭിച്ചു, സൗജന്യമായി ലഭിച്ചു. എങ്ങനെയാണ് രക്ഷ ലഭിച്ചത്? രക്ഷ എന്നത് ദൈവത്തിന്റെ കൃപയാലും ക്രിസ്തുവിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാലും സൗജന്യമാണ്. അപ്പൊ രക്ഷയുടെ പൂർത്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാലാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്. എങ്കിലും അത് അവകാശങ്ങളോടും ഉത്തരവാദിത്തങ്ങളോടും കൂടിയ ഒരു ഉടമ്പടിയുടെ ബന്ധമാണ്. അപ്പൊ രക്ഷ എന്നത് ഒരു ഉടമ്പടിയുടെ ബന്ധമാണ്. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്? റോമാലേഖനത്തിൽ നാം 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, യേശുവിനെ കർത്താവെന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ വായിക്കൊണ്ട് അവൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമെന്ന നമ്മൾ ഏറ്റു പറയണം. ആ ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. യേശു എൻ്റെ കർത്താവും രക്ഷിതാവുമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആദ്യം വിശ്വസിക്കണം. എന്നിട്ട് എൻ്റെ നാവ് കൊണ്ട്, ദൈവത്തെ സ്തുതിക്കുന്ന എൻ്റെ നാവ് കൊണ്ട് അത് ഞാൻ ഈ ലോകത്തോട് സാക്ഷീകരിക്കണം, ഉറക്ക വിളിച്ചു പറയണം, പുരപ്പുറത്ത് ഘോഷിക്കണമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെയാണ്. അതെ, ഞാൻ രക്ഷ പ്രാപിച്ചു, ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാനും നിങ്ങളും ഈ 21-ാം നൂറ്റാണ്ടിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ ഒരു മനോഭാവമല്ലായിരുന്നു 1-ാം നൂറ്റാണ്ടില്. 1-ാം നൂറ്റാണ്ടില് യേശുവിനെ രക്ഷിതാവെന്ന് ഒരുവൻ സ്വീകരിച്ചാൽ അവൻ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടേണ്ടവനാണ്, അല്ലെങ്കിൽ റോമ വാളിന് ഇരയായി തീരേണ്ടവനാണ്. ക്രിസ്ത്യാനി എന്നത് കഷ്ടം സഹിക്കുവാനുള്ളവനായിരുന്നു, അവൻ രക്തസാക്ഷിയാകുവാനുള്ളവനായിരുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മൾ റോമാലേഖനത്തിൽ ആ ഒരു വാക്യമൊക്കെ ഇന്ന് ലാഘവത്തോടെ വിളിച്ചു പറയുകയാണ്. അന്ന് യേശു എൻ്റെ രക്ഷിതാവാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ അവൻ രക്തസാക്ഷിയായി തീരുകയാ. പ്രൈസ് ദി ലോർഡ്. എത്രയോ സഹോദരിമാർ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൗലോസ് പറയുന്നത് പോലെ, ചിലർ സിംഹങ്ങൾക്കും ചിലർ തീക്കുമിരയായി തീർന്നു. അപ്പോൾ അന്നൊക്കെ കർത്താവിനെ രക്ഷിതാവെന്ന് പറയുമ്പോൾ തന്നെ ശിക്ഷാവിധിക്ക് അവർ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരുന്നു. അന്ന് 1-ാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്ത്യാനിയെ ഒരു ഭവനത്തിൽ കൈക്കൊണ്ടുകാൽ അതിന്റെ ശിക്ഷ എന്താ എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയെല്ലാം വായിക്കുമ്പോൾ അറിയാം. പൗലോസിനെയും ശീലാസിനെയും വീട്ടിൽ കൈക്കൊണ്ടവനെ പിടിച്ച കോലുകൊണ്ട് അവനെ മർദ്ദിച്ച് അവശനാക്കി പറഞ്ഞഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ടെററിസ്റ്റിനെ ഭവനത്തിൽ കൈക്കൊള്ളുന്നതിന് തുല്യമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ക്രിസ്ത്യാനിയെ ഒരു ഭവനത്തിൽ കൈക്കൊണ്ടു കഴിഞ്ഞാൽ. അയ്യോ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇന്ന് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് കഴിച്ച് കൂട്ടുന്നത്. 1-ാം നൂറ്റാണ്ടിലല്ല ആ സാക്ഷ്യം വഹിക്കുന്നവർ ക്രിസ്തു എൻ്റെ കർത്താവാണെന്നും എൻ്റെ കർത്തൃത്വം എൻ്റെ കർത്താവാണെന്ന് നടത്തുന്നതെന്ന് പറയുന്നത് തന്നെ ശിക്ഷാവിധിക്ക് യോഗ്യമായി തീരുന്ന ഒരു ലോകം. ആ കാലഘട്ടത്തിലാണ് പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ വെളിച്ചത്തെക്കുറിച്ചെല്ലാം സാക്ഷ്യം പറയുവാൻ കടന്നു വന്നത്. ഓക്കെ, നമുക്ക് 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ വെളിച്ചമായിരുന്നില്ല. ആര്? യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവനത്രേ. അപ്പൊ യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവനത്രേ. യോഹന്നാൻ സ്നാപകൻ വെളിച്ചമായിരുന്നില്ല. ജീവനും വെളിച്ചവും ദൈവത്തിൽ മാത്രമേ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ ലോകത്തിന് ജീവനും വെളിച്ചവും നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ ഒരു മനുഷ്യനും കഴിയില്ല. ജീവനും വെളിച്ചവും തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല.
അതുകൊണ്ടാണ് അവിശ്വാസിയായ ആരെങ്കിലും എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വേണ്ടുപോലെ അറിയാത്ത ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുവെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ജീവനും വെളിച്ചവും നൽകുവാനാണ് ആ കർത്താവായ യേശു ക്രിസ്തു ജഡശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സ്വന്തം ജീവനെ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്വന്തം ജീവനെ തന്നുകൊണ്ട്, മറുവിലയായി തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ചവൻ, ഈ ലോകത്തിന്റെ ഇരുട്ട് അവനിലൂടെ മാറിപ്പോകുവാൻ, അവൻ എന്താണ്, ഈ ലോകത്തിന്റെ ഇരുട്ടിനെ അവനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ക്രിസ്തുവിലൂടെ ജീവൻ പ്രാപിക്കുന്നവൻ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ നടക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന ആ വഴിയിലേക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ കർത്താവ് നടത്തുന്നത്. ആ വഴി എങ്ങോട്ടുള്ളതാണ്? നിത്യതയിലേക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. യോഹന്നാൻ ചാവും വെളിച്ചമായിരുന്നില്ല. ജീവനും വെളിച്ചവും ദൈവത്തിൽ നിന്ന് മാത്രമേ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ കൂടാതെയുള്ള സകലവും അന്ധകാരമാണ്. ഈ ദൈവത്തെ കൂടാതെ ഇന്ന് മനുഷ്യരെ വിശ്വാസത്തിൽ ചെയ്യുന്നതെല്ലാം അന്ധകാരമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പോൾ എപ്രകാരം എഴുതുകയാണ്, അതിന്റെ 5:8 പറയുകയാണ്, വിശ്വാസികളായ നാം ഒരിക്കൽ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിന്റെ വെളിച്ചമാണ്. അപ്പൊ ഒരു കാലത്ത് നമ്മൾ ഇരുളായിരുന്നു, ഇന്ന് നാം ആരാണ്? ഇന്ന് നാം വെളിച്ചമാണ്. പത്രോസിനും പറയുവാനുണ്ടായിരുന്ന ഇത് തന്നെയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാ. അപ്പൊ നമ്മെ വിളിച്ചതിന് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. യോഹന്നാന്റെ ശുശ്രൂഷ ചെയ്ത് തന്റെ പങ്ക്, അതായത് പ്രതിഫലത്തിന് വേണ്ടിയിട്ട് യോഹന്നാൻ കാത്തിരിക്കുക. ധന്യനായ പത്രോസും പൗലോസും കർത്താവിന്റെ അപ്പോസ്തലന്മാരെല്ലാം തങ്ങൾ ഈ ലോകത്തിൽ അന്യരും പരദേശികളെന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അവർ ഈ ലോകത്തിൽ നിന്നും രക്തസാക്ഷികളായി, അവര് ഇവിടെ നിന്ന് മരിച്ചു മാറ്റപ്പെട്ട് അവരുടെ പ്രതിഫലത്തിനായി അവർ കാത്തിരിക്കുകയാ. എന്നെ കേൾക്കുന്ന ഏവരോടും ഞാൻ പറയുകയാണ്, നമ്മുടെ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ആ പ്രതിഫലം അല്പം പോലും കുറഞ്ഞു പോകാതെ അത് നമുക്ക് നമ്മുടെ നിത്യതയിൽ ലഭിക്കേണ്ടതിന് നാമും എന്ത് ചെയ്യണം? ഈ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തോട്, ഈ ഇരുണ്ട് കിടക്കുന്ന, ഈ അധർമ്മം നിറഞ്ഞ, ഈ വക്രത നിറഞ്ഞ ഈ ലോകത്തോട് കർത്താവാകുന്ന വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. പലരും ചിന്തിക്കുന്നത്, എനിക്ക് അതിനൊന്നും കഴിയില്ല പാസ്റ്ററെ, എനിക്ക് 10 പേരോട് സംസാരിപ്പാൻ എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല, വിദ്യാഭ്യാസമില്ല, കഴിവില്ല. നോ. പത്രോസിനെയും യോഹന്നാനെയും കണ്ടിട്ട് അവരുടെ വായിൽ നിന്നും വരുന്ന ദൈവിക വചനങ്ങളെ കേട്ടിട്ട് അവര് പറയുകയാണ്, ഇവർ വിദ്യാഭ്യാസമില്ലാത്തവർ, ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പറയുന്നു. അത് നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, തിരുവചനത്തിൽ പറയുന്നത് പോലെ നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, അതിനെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഉയർത്തുവാൻ, കർത്താവിനെ സാക്ഷിയായി തീരുവാൻ, കർത്താവിന്റെ ഒരു സാക്ഷ്യപത്രമായി തീരുവാൻ തന്നെത്താൻ ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, നിന്നെ കർത്താവ് ഒരുവനെ ഉയർത്തിയാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്തവണ്ണം കർത്താവ് അവനെ അത്രത്തോളം ഉയർത്തുമെന്നത് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പ്രസംഗിച്ചവർക്കൊന്നും ഈ ലോകം സ്വർണ്ണക്കിരീടം കൊടുത്തിട്ടില്ല. കർത്താവിന് മുൾക്കിരീടം കൊടുത്ത ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും സ്വർണ്ണക്കിരീടം കിട്ടുമെന്ന ധാരണ വേണ്ട. കർത്താവിനെ പ്രസംഗിച്ച എല്ലാവർക്കും ചമ്മട്ടിയും, പ്രൈസ് ദി ലോർഡ്, കോലും കൊണ്ടുള്ള അടിയും, അവർക്ക് സാക്ഷിത്വം വഹിക്കുവാൻ
അവരെ കൊന്നുകളയുവാനുമാണ് ഈ ലോകം ആഗ്രഹിച്ചതെങ്കിൽ നമ്മളും അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നാൽ നമുക്ക് കിട്ടുവാനുള്ള പ്രതിഫലം ഏറെ വലുതാണ്, ഏറെ വലുതാണ്. ഈ ലോകത്തിന് പ്രവചിക്കാൻ കഴിയാത്ത, ഒരു പ്രവാചകനും പ്രവചിക്കാൻ കഴിയാത്ത ആ ഒരു വലിയ പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് 3 അത്ഭുതങ്ങളുടെ സ്ഥലം. 3 അത്ഭുതങ്ങളുടെ സ്ഥലം. അതെങ്ങനെ 3 അത്ഭുതങ്ങളുടെ സ്ഥലം? ഇവിടെ പലരും ആ സഹോദരനോ സഹോദരി അതൊന്നും പോകാനില്ല, അതൊന്നും സ്വർഗരാജ്യത്തിൽ പോകില്ല, വെറുതെ ഈ സ്തോത്രവും പറഞ്ഞ് ഈ കറുത്ത ബൈബിളും ഒക്കെ ചുമന്നുകൊണ്ട് നടക്കണത്, അതൊന്നും പോകില്ല എന്ന് വിധിക്കുന്ന അനേകരുണ്ട്. സഹോദരനെയും സഹോദരിയെയും വിധിക്കുന്ന അനേകരുണ്ട്. അതൊന്നും ചെയ്തല്ലോ. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒന്ന്, നമ്മൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർ അവിടെ കാണുന്നതാണ്. നമ്മൾ ഈ ലോകത്തിൽ വിധിച്ചവര് അവിടെ കാണുമ്പോൾ അതൊരു അത്ഭുതമാണ്. രണ്ടാമത്, നാം ഈ സഹോദരന്റെ സാക്ഷ്യം, ഈ സഹോദരിയുടെ സാക്ഷ്യം ഇത് നിത്യതയിലെത്തും എന്ന് വിചാരിക്കുന്നവരെ അവിടെ കാണാതിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. അപ്പൊ നമ്മൾ പോകില്ല എന്ന് വിചാരിക്കുന്നവരെ അവിടെ കാണുന്നത് ഒരു അത്ഭുതമാണ്. നമ്മൾ പോകുമെന്ന് കട്ടായം പറഞ്ഞവരെ അവിടെ കാണാതിരിക്കുന്നതും ഒരു അത്ഭുതമാണ്. മൂന്നാമത്തെ അത്ഭുതം, ഞാനും നിങ്ങളും അവിടെ എത്തിയത് എങ്ങനെയെന്ന് ഓർത്തുള്ള അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് 3 അത്ഭുതങ്ങളുടെ ഇടമാണ്. നമ്മൾ ആരെയും വിധിക്കരുത്. തിരുവചനം അതാ പറയുന്നത്, ആരെയും വിധിക്കരുത്, വിധിക്കാനൊന്നും നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്തോത്രത്തോടെ കർത്താവിന് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്യുക. ധന്യനായ പൗലോസൊക്കെ പറഞ്ഞതുപോലെ അടിയൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നദ്ധയിൽ പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുക. നമ്മുടെ പ്രതിഫലം ഈ ഭൂമിയിലല്ല കിട്ടുന്നത്, നമ്മുടെ പ്രതിഫലം കിട്ടുന്നത് ഉയരത്തിലെ ദൈവത്തിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. പഴയ കാലത്തൊക്കെ, ഇന്നൊക്കെ കൊയ്ത്ത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കൊയ്ത് ഓരോരുത്തർ വന്ന് പാടത്ത് കൊയ്ത് അവര് കറ്റയെല്ലാം മെതിച്ച് അവര് തൂമ്പെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്താണ്, ധാന്യമെല്ലാം കൂട്ടിവെക്കും. അതിങ്ങനെ ഒരു കൂന പോലെ കൂട്ടിവെച്ച് കഴിയുമ്പോൾ അവരുടെ അത് അളക്കും. ഒരു അളവുകാരൻ വന്നേച്ചും അത് അളന്നേച്ചും അവരുടെ ആ യജമാനന് കിട്ടേണ്ട ആ പങ്കെല്ലാം എടുത്തിട്ട് എന്താണ്, ഈ കൂലിക്കാരന് ആ പങ്കിനനുസരിച്ചുള്ളത് അളന്നു കൊടുത്തതിന് ശേഷം തൻ്റെ ബാല്യക്കാരൻ ആ അവസാനത്തെ അളവ് അളക്കുന്നതോടുകൂടി ഒരൊറ്റ തള്ളുണ്ട്. ആ തള്ള് കൈയെങ്ങാനും പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രതിഫലം കുറയും. അതുകൊണ്ട് ആ തള്ളാൻ നിൽക്കുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂലിക്കാരെല്ലാം നല്ലൊരു മനുഷ്യനെ അറിഞ്ഞ് തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ മടിയിലേക്ക് പ്രതിഫലം അറിഞ്ഞു തരുന്ന ഒരാളെ തന്നെ കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് അവിടെ ലഭിക്കുവാനുണ്ട്. 6 തരം കിരീടങ്ങളെ കുറിച്ചെല്ലാം തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓർക്കണം, അവിടെ യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ എങ്ങനെ നിവർത്തിക്കുന്നു എന്നത് നാം ഒന്ന് പഠിക്കേണ്ടതാണ്. അവരെല്ലാം കർത്താവിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതൊന്ന് സാക്ഷീകരിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഏത് മനുഷ്യനെയും പ്രകാശിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവിടെ വെളിച്ചത്തെക്കുറിച്ച് ഒന്നും കൂടി സാക്ഷീകരിക്കുകയാണ്. എന്താണ്? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് യഹൂദനെ മാത്രമല്ല, ലോകത്തിലെ മനുഷ്യനായി പിറന്ന സകല മനുഷ്യരെയും പ്രകാശിക്കുന്ന വെളിച്ചമാണ് ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും വരുന്ന അഥവാ പ്രകാശമായവനിൽ നിന്നും ലഭിക്കുന്ന വെളിച്ചം സത്യവെളിച്ചമാണ്. അനേക വെളിച്ചങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വെളിച്ചത്തിന് പേര് പറയുന്ന സത്യവെളിച്ചം എന്നാണ്.
ഇത് നമ്മളെ വഴിതെറ്റിക്കുന്ന വെളിച്ചമല്ല. ഇത് നമ്മളെ യഥാർത്ഥ പാതയിൽ വഴി നടത്തുന്ന വെളിച്ചമാണ്. ഇത് സത്യവെളിച്ചമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും വരുന്ന അഥവാ പ്രകാശം, മായവനിൽ നിന്നും ലഭിക്കുന്ന വെളിച്ചം സത്യവെളിച്ചമാണ്. ഈ സത്യവെളിച്ചത്തിന്റെ പ്രത്യേകത വളരെയാണ്. അപ്പൊ കർത്താവാകുന്ന സത്യവെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണ്? സത്യവെളിച്ചം ഒരിക്കലും വഴിതെറ്റിക്കാതെ അഥവാ വഞ്ചിക്കാതെ നമ്മളെ മാർഗത്തിൽ വഴി നടത്തുന്ന വെളിച്ചമാണ് സത്യവെളിച്ചം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇരുട്ടിൽ വെളിച്ചം ആരെങ്കിലും വഴിതെറ്റിച്ചിട്ടുണ്ടോ? പ്രത്യേകം ഓർക്കണം. നമ്മൾ ചിന്തിച്ചു പോകുന്ന ആ വേദഭാഗത്തോടു കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന വെളിച്ചം നമ്മളെ വഴിതെറ്റിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും വഴിതെറ്റിച്ചിട്ടില്ല. വെളിച്ചം നമ്മളെ വഴിതെറ്റിച്ചിട്ടില്ല. വഴി തെറ്റിയത് നമ്മൾ തന്നെ തെറ്റിച്ചെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിച്ചത് സത്യവെളിച്ചമാണ്. സത്യവെളിച്ചം എന്താണ്? വഴി തെറ്റിക്കാത്ത അഥവാ വഞ്ചിക്കാത്ത വെളിച്ചമാണ് സത്യവെളിച്ചം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് നമ്മെ പഠിപ്പിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11:14 പറയുന്നത്, സാത്താൻ താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നവനല്ലോ. എന്നിട്ടും സാത്താൻ എന്ത് ചെയ്യുന്നു? വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് മനുഷ്യരെ പറ്റിക്കുന്നു. മക്കളെ ഓർക്കണം, കർത്താവ് വെളിച്ചമായി വെളിപ്പെട്ടുവെങ്കിൽ ആ കർത്താവ് വെളിപ്പെട്ട വെളിച്ചമായിട്ട് വെളിച്ചദൂതന്റെ വേഷത്തിൽ സാത്താൻ ഈ ലോകത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന്. അതുകൊണ്ട് യഥാർത്ഥ വെളിച്ചം എന്തെന്ന് മനുഷ്യന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ആത്മീയ ഗോളത്തിലും അത് തന്നെയാണ്. ശരിയായതെവിടെ? ശരിയായ ഉപദേശം എവിടെ? പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, വീഞ്ഞില് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വീഞ്ഞിന്റെ വീര്യവും രുചിയും മണവും നഷ്ടമാകുന്നത് പോലെ യഥാർത്ഥ വെളിച്ചത്തെ, യഥാർത്ഥ ഉപദേശത്തെ അതില് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ, ദുരുപദേശം കടന്നു വന്നു കഴിയുമ്പോൾ യഥാർത്ഥ വെളിച്ചത്തെക്കുറിച്ച് നമുക്ക് എന്താണ് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. നമുക്കറിയാം, നരേന്ദ്രമോദി 1000-ന്റെയും 500-ന്റെയും നോട്ട് ഒരു രാത്രിയിൽ ക്യാൻസൽ ചെയ്യുവാനിടയായി തീർന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ക്യാൻസൽ ചെയ്യുവാനിടയായി തീർന്നു. ലോകം മുഴുവൻ ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം 300-ന്റെ നോട്ട് ക്യാൻസൽ ചെയ്യാഞ്ഞത്? 300-ന്റെ നോട്ട് ഇല്ലാഞ്ഞത് കൊണ്ടാണ്. അപ്പൊ ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തു വെളിച്ചമാണെങ്കിൽ പിശാചം അതേ വെളിച്ചമായി തന്നെ വെളിപ്പെടുകയാണ്. അവനും വെളിച്ചമായി തന്നെ വെളിപ്പെടുകയാണ്. കർത്താവിന്റെ നാമത്തില് വെളിച്ചദൂതനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയാണ്. പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എൻ്റെ പാസ്റ്ററെ സുവിശേഷം അറിയിക്കാൻ ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ എൻ്റെ പാസ്റ്ററെ, എൻ്റെ മോൻ ഉരുളി കമത്തി ലഭിച്ചതാ. എൻ്റെ മോനെ എനിക്ക് ലഭിച്ചത് ഉരുളി കമത്തി ലഭിച്ച മോനാ. അവിശ്വാസികൾ പറയുന്നതാണ്. നമുക്കറിയാം, ആ കുഞ്ഞ് ഉരുളി കമത്തിയിട്ടല്ല കുഞ്ഞിന് ലഭിച്ചത്. ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് കൊടുക്കണമെന്ന് ദൈവത്തിന്റെ നിർണയമുണ്ടായ സമയത്ത് ദൈവം ആ കുഞ്ഞിനെ കൊടുത്തു. അപ്പൊ അതിന്റെ മഹത്വമെടുത്തതാണ് ഈ ലോകത്തിന്റെ വെളിച്ചദൂതനാണ് ആ കുഞ്ഞിന്റെ ജന്മത്തിന്റെ മഹത്വമെടുത്തത്. ഇവിടെ അനേക കാര്യങ്ങൾ വെളിച്ചദൂതൻ മഹത്വമെടുക്കുകയാ മനുഷ്യരിലൂടെ. യഥാർത്ഥ വെളിച്ചത്തെ തിരിച്ചറിയാൻ കഴിയാത്തത്. അതുകൊണ്ട് ഈ എഴുത്തുകാരൻ പറയുകയാണ്, അവൻ സത്യവെളിച്ചമായിരുന്നു. ആ സത്യവെളിച്ചം എന്താ? വഴിതെറ്റിക്കാത്ത വെളിച്ചമാ, അത് വഞ്ചിക്കാത്ത വെളിച്ചമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ പിശാച് ഇറക്കിത്തരുന്ന ഏണി കൂടെ നമ്മളങ്ങ് കയറും. ദൈവം തന്നതാണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് കയറും. കയറി കുറേ ഉയരത്തിലെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ, ഇത് ദൈവത്തിന്റെ ഏണിയല്ലായിരുന്നു.
ഇത് യാക്കോബ് കണ്ട ഏണിയല്ല, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു ഏണി, സ്വർഗീയ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത ഒരു ഏണി. ആ ഏണിയാണെന്ന് വിചാരിച്ചാണ് ദൈവദാസന്മാരും ദൈവമക്കളും ചിലപ്പോൾ ചില പ്രവചനത്തിന്റെ പുറകെ പോയിക്കൊണ്ട് ആ ഏണി കൂടെ ഉയരത്തിലേക്ക് കയറുന്നത്. കുറേ കയറി അങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് വഴി തെറ്റിയെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഒരു വിധത്തിൽ ആ ഏണിയിൽ നിന്ന് ഇറങ്ങി 40 ദിവസം ഉപവസിച്ചിരിക്കുക. എന്താ? വഴി തെറ്റി. യഥാർത്ഥ വെളിച്ചത്തിലേക്കല്ല ആശ്രയിച്ചത്, യഥാർത്ഥ വെളിച്ചം കണ്ടല്ല സഞ്ചരിച്ചത്. പ്രൈസലോ. അപ്പോൾ വെളിച്ചദൂതൻ ഈ ലോകത്തുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ വെളിപ്പെടുത്തുകയാണ്. സാത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന വഞ്ചിക്കുന്ന വെളിച്ചമാണ്. പൈശാചികമായ വെളിപ്പാട് മനുഷ്യനെ വഞ്ചിക്കുവാൻ മാത്രമാണ്. അപ്പൊ ഈ ലോകത്ത് വെളിച്ചത്തെയും നമുക്ക് തിരിച്ചറിയണം. ഈ ലോകത്ത് നമ്മുടെ ആത്മീയ ജീവിതം പൂർത്തീകരിക്കുവാൻ ദൈവമക്കളെ ഈ 2 കണ്ണ് മാത്രം പോരാ. അതുകൊണ്ട് ആ സദൃശവാക്യത്തെ പറയുന്ന ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. ജ്ഞാനമായവൻ തലയിൽ കണ്ണുള്ളവനാണ്. കൃപാവരങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏതാണ്ട് 22 കൃപാവരങ്ങളെ കുറിച്ച് എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കൃപാവരങ്ങളിൽ എല്ലാവർക്കും വേണ്ട രോഗസൗഖ്യത്തിന്റെ കൃപാവരമാ, പ്രവചനത്തിന്റെ കൃപാവരമാ. അങ്ങനെ പലരും ആഗ്രഹിക്കുന്നത് എന്താ? ഈ ലോകത്തിലെ മനുഷ്യരെ കണ്ട് എന്നെ കണ്ട് അതിശയിക്കത്തക്ക രീതിയിലുള്ള പ്രവചനത്തിലൂടെ ഒരു കൃപാവരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ കൃപാവരങ്ങളിൽ ഏറ്റവും നല്ല കൃപാവരം എന്ന് പറയുന്നത് നിന്റെ അടുക്കലേക്ക് വരുന്ന മനുഷ്യനെ വിവേചിക്കുവാനുള്ള കൃപാവരമാണ് ഏറ്റവും നല്ല കൃപാവരം. അപ്പോസ്തലന്മാരിലെല്ലാം ഉണ്ടായിരുന്നത് അതാ. അതുകൊണ്ടാണ് കർത്താവിന്റെ അടുക്കൽ ഫിലിപ്പോസ് നഥനയേലിനെയും കൊണ്ട് ചെല്ലുമ്പോൾ ഇവൻ യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പൊ നഥനയേലിന് അതിശയം, കർത്താവേ നീ എങ്ങനെ എന്നെ കണ്ടു? അപ്പൊ കർത്താവ് വീണ്ടും അവനോട് പറയും, നീ അത്തിയുടെ കീഴ് പ്രാർത്ഥിച്ചിരിക്കുമ്പോ ഞാൻ നിന്നെ കണ്ടു. പ്രൈസലോ. എന്നാൽ നീ പ്രാർത്ഥിച്ചത് പ്രൈസലോ. അപ്പോൾ ഓർത്തേ, അപ്പോൾ ഏറ്റവും നല്ല കൃപാവരം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ വിവേചിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇന്നത്തെ കാലത്ത് ദൈവമക്കള് ദൈവദാസന്മാർ എല്ലാം തെറ്റിപ്പോകുന്നത് തന്റെ അടുക്കൽ വരുന്ന ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയാത്തതാണ്. തന്റെ അടുക്കൽ വരുന്ന ആത്മാവിനെ വിവേചിക്കുവാനുള്ള കൃപാവരം നമ്മൾ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ഇത് സത്യവെളിച്ചമാണോ? ഈ വെളിച്ചം ദൈവത്തെങ്കിലേക്ക് വഴി നടത്തുന്ന വെളിച്ചമാണോ? അത് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരുന്ന വെളിച്ചമാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ശൗൽ രാജാവിന് പറ്റിയതും ഇത് തന്നെയാണ്. ശമൂവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ, ശമൂവേൽ പുരോഹിതൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന് എന്താ ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ല. ആദ്യത്തെ പുള്ളിയുടെ ആ വെളിപ്പാടിലെല്ലാം ഇസ്രയേലിലെ വെളിച്ചപ്പാടുത്തികളെയും ലക്ഷണം പറയുന്നവരെ എല്ലാം പിടിച്ച് വാളിനിരയാക്കി കളഞ്ഞു. എന്നാൽ ശമൂവേൽ പുരോഹിതൻ മരിച്ചതിന് ശേഷം അവനൊരു ആലോചന ലഭിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്തു? അവൻ ചെന്ന് പ്രാപിച്ചത് ആരെയാണ്? വെളിച്ചദൂതന്റെ അടുത്ത. ശമൂവേൽ പുരോഹിതനെ പോലെ കടന്നു വന്ന ഒരു വെളിച്ചദൂതൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ വെളിച്ചദൂതന്റെ മറിമായം എന്ത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്ന അവന് മായാവി എന്നൊരു പേര്. ഈ മായാവി എന്ന് പറയുന്നത് ബാലരമേല മായാവി എന്ന പേര് അതുണ്ടായത് വിശുദ്ധ ബൈബിളിൽ നിന്നാ. മായാവി എന്ന പേരുണ്ടായത് വിശുദ്ധ ബൈബിളിലാ. അവര് മായാവികൾ എന്ന് പൗലോസ് പറയുക.
അവർ വഞ്ചിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് സത്യവെളിച്ചം യഥാർത്ഥമായി ശോഭിക്കുന്ന വെളിച്ചമാണ്. സത്യവെളിച്ചമാണ് എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മെ എന്താണ് യഥാർത്ഥ വഴിയിൽ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിൽ കൂടി മനുഷ്യന് ലഭിച്ചത് വളരെ മങ്ങിയ പ്രകാശമാണ്. അപ്പൊ ന്യായപ്രമാണത്തിൽ കൂടി മനുഷ്യന് ലഭിച്ചത് മങ്ങിയ വെളിച്ചമാണ്. എന്നാൽ കൃപായുഗത്തില് നമുക്ക് ലഭിച്ചത് നിത്യമായ വെളിച്ചമാണ്, സത്യവെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം ഓർക്കണം, ന്യായപ്രമാണവും അതിൽ കൂടെ മനുഷ്യർക്ക് ലഭിച്ചിരുന്ന വെളിച്ചം അത് മങ്ങിയ വെളിച്ചമാണ്. അത് യഥാർത്ഥ ദൈവത്തിലേക്ക് വഴി നടത്തുന്ന വെളിച്ചമായിരുന്നില്ല. എന്നാൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും പ്രകാശിച്ച് കിട്ടിയിരിക്കുന്ന വെളിച്ചം ഇത് സത്യവെളിച്ചമാണ്. ഇത് നമുക്ക് എന്താണ് സത്യത്തിലേക്ക് വഴി നടത്തുന്ന, കർത്താവിലേക്ക് വഴി നടത്തുന്ന വെളിച്ചമാണ്. എന്താ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പഴയ നിയമത്തിൽ ഒത്തിരി വിശുദ്ധന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരു മുന്തിരിക്കൊല ചുമക്കുകയാണ്. തേനും പാലും ഒഴുകുന്ന ഇസ്രയേൽ ദേശത്തെ ആ മുന്തിരിക്കൊല, അവിടുത്തെ ഫലവർഗ്ഗങ്ങൾ നിങ്ങൾ കൊണ്ടുവരണമെന്ന് മോശ ദേശം ഉറ്റുനോക്കാൻ പോയവരോട് പറഞ്ഞപ്പോൾ അവര് ഒരു മുന്തിരിക്കൊല അറുത്ത് രണ്ടുപേർ ഒരു വടിയിൽ വെച്ച, ഒരു ദണ്ടിൽ വെച്ച കെട്ടിക്കൊണ്ട് ചുമക്കുകയായിരുന്നു. അവര് ചുമക്കുന്നതിന് തുല്യമാണ് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും. പഴയ നിയമ വിശുദ്ധന്മാർ മുന്നിൽ നടന്ന് മുന്തിരിക്കൊല ചുമക്കുകയാ. അവർക്കറിയാം ഞങ്ങൾ ചുമക്കുന്നത് മുന്തിരിക്കൊലയാണെന്ന്, പക്ഷേ അവർക്കത് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ പുറകിൽ നടന്ന് ചുമക്കുന്നവർക്ക് അവര് മനസ്സിലാക്കുന്ന ഞങ്ങൾ ചുമക്കുന്നത് മുന്തിരിക്കൊലയാണ്, ഞങ്ങൾക്കത് കാണുവാനും കഴിയുന്നുണ്ട്. അപ്പൊ നമ്മള് സാക്ഷാൽ മുന്തിരിയായ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മൾ അവനെ വഹിക്കുന്നവരാണ്, ചുമക്കുന്നവരാണ്. പ്രവാചകന്മാർ അവനെ കണ്ടില്ല എങ്കിലും അവര് ചുമന്നത് അവനെയാണ്. അവര് സാക്ഷീകരിച്ചത് കർത്താവായ യേശുവിനെയാണ്. സ്നാപക യോഹന്നാൻ ന്യായപ്രമാണത്തിന്റെ പ്രവാചകനാ. എന്നാൽ സ്നാപക യോഹന്നാന് ലഭിച്ച വലിയ കൃപയെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകനായിരുന്നു കൊണ്ട് തന്നെ കൃപയുടെ ശുശ്രൂഷകനാകുവാൻ സ്നാപക യോഹന്നാന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സത്യവെളിച്ചം യഥാർത്ഥമായി ശോഭിക്കുന്ന വെളിച്ചമാണ്. ന്യായപ്രമാണത്തിൽ കൂടി മനുഷ്യന് ലഭിച്ച വളരെ മങ്ങിയ പ്രകാശമാണ്. പ്രൈസ് ദി ലോർഡ്. സത്യവെളിച്ചം മറ്റൊരു വെളിച്ചത്തിന്റെ പ്രതിഫലനമല്ല, അഥവാ സത്യവെളിച്ചം മറ്റൊന്നിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ല. സത്യവെളിച്ചത്തിന്റെ ഉറവിടം അത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മൾ പ്രാപിച്ച വെളിച്ചമെന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നും തന്നെയാണ്. അത് ദൈവത്തിൽ നിന്നും തന്നെയാണ്. ശ്രേഷ്ഠവും വിശിഷ്ടവുമായ വെളിച്ചമാണ് സത്യവെളിച്ചം. മറ്റുള്ള എല്ലാ വെളിച്ചങ്ങളും സത്യവെളിച്ചങ്ങളുടെ മുമ്പിൽ മങ്ങിപ്പോകുന്നു. അപ്പൊ കർത്താവാകുന്ന വെളിച്ചത്തിന്റെ മുന്നില് മറ്റുള്ള ഈ സകല വെളിച്ചങ്ങളും മുങ്ങിപ്പോകുകയാണ്. എന്താണ്? ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് മോശ തന്റെ വടി താഴെയിട്ടപ്പോൾ അതൊരു സർപ്പമായി തീർന്നു. മിടുക്കന്മാരായ ഫറവോന്റെ മന്ത്രവാദികള് അവരുടെ വടിയും താഴ്ത്തിട്ടപ്പോൾ അതും പാമ്പായി തീർന്നു, സർപ്പമായി തീർന്നു. നോക്കിക്കേ. അപ്പൊ അത്ഭുതം കാണിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ മാത്രമല്ല വെളിച്ചദൂതനും അത്ഭുതങ്ങൾ നടത്തുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, അത്ഭുതത്തിന്റെ പുറകെ ഒന്നും ഓടല്ലേ. അത്ഭുതത്തിന്റെ പുറകെ ഓടി പടുകുഴിയിൽ വീണുപോകുവാൻ, പിന്നെ കരകയറുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് നമ്മെ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ വടിയിട്ടതുപോലെ അന്നത്തെ കാലത്ത് മന്ത്രവാദികളുടെ വടിയിട്ടപ്പോൾ അതും സർപ്പമായി തീർന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? മോശയുടെ സർപ്പം ആ സർപ്പങ്ങളെ എല്ലാം വിഴുങ്ങിക്കളഞ്ഞു എന്ന് നാം കാണുകയാണ്. അപ്പൊ സത്യവെളിച്ചം ഈ ലോകത്തെ
ചെറിയ വെളിച്ചങ്ങളെ എന്താണ് അതിനെ എല്ലാം എന്തു ചെയ്യുന്നു? ആ സത്യവെളിച്ചം ചെറിയ വെളിച്ചങ്ങളെ ഇല്ലാതെയാക്കുകയാണ്. അപ്പോ നാം ആശ്രയിക്കുന്ന സത്യവെളിച്ചം ഏത് എന്ന് നാം തിരിച്ചറിയണം. ഇതല്ലോ പ്രതികാൽ ഓർക്കണം. വിശ്വാസികൾ അവന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കേണ്ടവരാണ്. നമ്മളിലൂടെ കർത്താവിന്റെ വെളിച്ചം ലോകം കാണേണ്ടവരാണ്. അനേകം അന്ധകാരത്തിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് വിളിച്ച് വേർതിരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവരുവാനാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് വെളിച്ചം തന്നിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. ആ പുതിയ സൃഷ്ടിയായവൻ, പുതിയ വെളിച്ചം പ്രാപിച്ചവൻ ഈ ഇരുളിലും അന്ധകാരത്തിലും കിടക്കുന്ന ആൾക്കാരെ എന്താ പ്രവാചകൻ പറയുന്നത്? കത്തുന്ന തീയിൽ നിന്നും വലിച്ചെടുത്ത കൊള്ളി പോലെ. അതെ, നരകത്തിന്റെ വിറകുപുള്ളി ആകേണ്ട അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് ഈ അന്ത്യകാലത്ത് ദൈവനാമത്തില് കർത്താവിന്റെ ശുശ്രൂഷ തന്നിരിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിന്റെ തേജസ്സുകളെ പോലെ പ്രകാശിക്കണമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, പൗലോസ് ഫിലിപ്പിയ ലേഖനം 2:15 പറയുകയാണ്, അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? വെളിച്ചം ലഭിക്കാത്തവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? ദൈവത്തിന്റെ വെളിച്ചം മാത്രം പോരാ, ദൈവം നമുക്ക് തന്ന ജീവന്റെ പ്രമാണം, ആ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരാകണം. വെളിച്ചം മനുഷ്യവർഗത്തിന്റെ പാപത്തെ വെളിപ്പെടുത്തുകയാണ്. ഇപ്പൊ വെളിച്ചം എന്ത് ചെയ്യുന്നു? മനുഷ്യവർഗത്തിന്റെ പാപത്തെയാണ് വെളിച്ചം വെളിപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് 10ാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ലോകം അവനെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തെയാണ് ലോകമെന്ന് ഉദ്ദേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അനേക പ്രാവശ്യം ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ, യോഹന്നാൻ പറഞ്ഞ ഈ ലോകമെന്ന് പറഞ്ഞത് ലോകം അവനെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തെയാണ് ലോകമെന്ന് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെ കുറിച്ച് യോഹന്നാൻ ലോകം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ലോകം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ ആ സാമൂഹിക വ്യവസ്ഥയാണ്. മനുഷ്യർ ഉൾപ്പെട്ട ഈ ലോകത്തെയാണ് ലോകമെന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. താൻ നിർമ്മിച്ച ലോകത്തിൽ ക്രിസ്തു അറിയപ്പെടാത്തവനായി മനുഷ്യരാൽ തള്ളപ്പെട്ടവനായും തീർന്നുവെന്ന് പരാമർശിക്കുകയാണ് ഇവിടെ. ആലോചിച്ച് നോക്കിക്കേ, അവന്റെ സ്വന്തം കൈയാൽ നിർമ്മിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തെ മുഴുവൻ അവൻ സദൃശവാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ എന്താണ്? ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോഴും ആഴി തുറന്നപ്പോഴും എല്ലാം ദൈവസന്നദ്ധിയിൽ അവൻ ശില്പിയായിരുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവനൊരു ശില്പിയായിക്കൊണ്ട് പണിതെടുത്ത ഈ ലോകം അവനെ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ ഈ ലോകം അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? ലോകം അറിയാതെ വന്നപ്പോൾ അവനെ തള്ളിക്കളയുവാനിടയായി തീർന്നു. ഇവിടെ എഴുത്തുകാരൻ അതാണ് പറയുന്നത്. ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെ കുറിച്ച് യോഹന്നാൻ താൻ നിർമ്മിച്ച ലോകത്തിൽ ക്രിസ്തു തിരിച്ചറിയപ്പെടാത്തവനായും മനുഷ്യരാൽ തള്ളപ്പെട്ടവനായും തീർന്നുവെന്ന് പരാമർശിക്കുകയാണ് ഇവിടെ. എങ്കിലും ദൈവം സ്നേഹിക്കുകയും തന്റെ പുത്രനെ മനുഷ്യനെ രക്ഷിപ്പാൻ അയക്കുന്നതും ഈ ലോകത്തിന് വേണ്ടിയാണെന്ന് യോഹന്നാൻ പറയുന്നു. സൃഷ്ടിതാവ് ജഡാവതാരം എടുത്തപ്പോൾ സൃഷ്ടി അവനെ തിരിച്ചറിഞ്ഞില്ല. ലോകത്തെ സൃഷ്ടിച്ചവനെ തന്നെ ലോകത്തെ രക്ഷിപ്പാനും വന്നിരിക്കുകയാണ്. അപ്പൊ ലോകത്തെ സൃഷ്ടിച്ചവൻ തന്നെ ലോകത്തെ രക്ഷിപ്പാനും വന്നിരിക്കുകയാണ്. കാരണം ലോകവും ശാപത്തിൽ വീണുപോയി. മനുഷ്യനാൽ ലോകവും ശാപത്തിൽ വീണുപോയി. അപ്പൊ മനുഷ്യന് മാത്രമല്ല, ലോകത്തിന്റെ വീണ്ടെടുപ്പും കർത്താവിലൂടെ ആവശ്യമായി വന്നു. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നത്, ഇവര്
ഇവരുടെ ഉപദേശം കൊണ്ട് ഭൂലോകത്തെ മറിച്ചു വയ്ക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോസ്തലന്മാര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സത്യസുവിശേഷം കൊണ്ട് ഈ ലോകത്തെ മറിച്ചു വയ്ക്കുകയാണ്. ശരിയാണ്, അവർ ലോകത്തെ മറിച്ചു വയ്ച്ചവർ തന്നെയാണ്. കാരണം എന്തെന്നറിയോ? നമ്മൾ ചിന്തിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം. ഒരു കുപ്പിയിൽ കുറെ വെള്ളം ഉണ്ട്. ആ കുപ്പിയിൽ ഒരു മീനെയും ഇട്ടിട്ടുണ്ട്, മീൻ കുഞ്ഞിനെയും ഇട്ടിട്ടുണ്ട്. ഒരു കുപ്പിയിലെ വെള്ളത്തിൽ മീൻ കുഞ്ഞിനെ ഇട്ടിട്ടുണ്ട്. ആ മീൻ കുഞ്ഞ് ആ വെള്ളത്തിൽ സന്തോഷമായിട്ട് ഓടി നടക്കുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടിപ്പ് എല്ലാം നല്ലതിനായിരുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. 6 ദിവസത്തെയും സൃഷ്ടിപ്പ് ദൈവം നല്ലത് 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 എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പ് നേരെ മറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ കുപ്പിയും വെള്ളവുമായിട്ട് നേരെ മറിഞ്ഞു വീണു. മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ എന്താണ്, ആ മത്സ്യം അതിൽ കിടന്ന് ചലിക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥ ജീവൻ അതിനെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അത് കർത്താവായ യേശു ക്രിസ്തു വന്നിട്ട് ആ മറിഞ്ഞുപോയ അവസ്ഥയെ നേരെയാക്കി. അത് തന്നെയാണ് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞത്. അവര് വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടാണ് എന്താണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം വിളിച്ചു പറഞ്ഞു, ഇവർ ലോകത്തെ മറിച്ചു കളയുന്നു. അതെ, ആദാമിലൂടെ മറിഞ്ഞുപോയ, ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്ത, ഒരു ജീവൻ പോലും രക്ഷപ്രാപിപ്പാൻ കഴിയാതിരുന്നിടത്ത് അത്രമാത്രം മറിച്ചു കളഞ്ഞ് ഒരു കുപ്പി മറിച്ചു വെച്ചതുപോലെ അതിൻ്റെ സകല പ്രവൃത്തിയും അതെന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടുവോ ആ സൃഷ്ടിയുടെ മഹത്വം ഒന്നും കാണിക്കാതെ അത് നേരെ മറിഞ്ഞിരുന്നുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് വന്ന ആ സൃഷ്ടിപ്പിനെ യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ സകല മനുഷ്യർക്കും ജീവൻ നൽകിയതുപോലെ, നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ടല്ലോ, സകല മനുഷ്യർക്കും ആ യഥാസ്ഥാനത്തേക്ക്, ആ സൃഷ്ടിപ്പ് യഥാസ്ഥാനത്തേക്ക് ആയപ്പോൾ നമുക്കെല്ലാം ജീവൻ പ്രാപിച്ച് തിരിച്ചു കിട്ടിയതുപോലെ. അതായത് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന ഒരു മനുഷ്യന് എന്താണ് ഒരുവൻ വന്ന് രക്ഷിച്ചതിന് തുല്യമായിട്ട് ആ ആഴത്തിലേക്ക് നമ്മൾ അല്പം കഴിഞ്ഞാൽ താന്നു പോകുമായിരുന്നു. ആ മത്സ്യത്തിന് രക്ഷയില്ലാതെ ആയി തീർന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു വന്ന ലോകത്തിന്റെ ജീവനും വെളിച്ചവുമായവൻ വന്ന് വീണ്ടും നമുക്ക് യഥാർത്ഥ പുനഃസ്ഥാപനത്തിലേക്ക് മനുഷ്യനെ ആക്കി വെച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ചെയ്ത അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതായത് തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദ സമൂഹമോ വാഗ്ദത്ത മശിഹായെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്ന സ്വന്തമായൊരു അവനെ തിരിച്ചറിഞ്ഞില്ല. ആമോസിന്റെ പുസ്തകം 3:3 നാം വായിക്കുന്നു, ദൈവം ഈ ലോകത്ത് സകല വംശങ്ങളിലും ജാതികളിലും വെച്ച് നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിൻ്റെ അഹങ്കാരം അവർക്കുണ്ട്. അവര് ദൈവത്തിന്റെ ജനമാണെന്നുള്ള അഹങ്കാരം അവർക്കുണ്ട്. നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെയും പറയാണ് റോമലേഖനം 9-ാം അധ്യായത്തിന്റെ 5-6 പിതാക്കന്മാർ അവർക്കുള്ളത്, ന്യായപ്രമാണവും അവർക്കുള്ളത്, പ്രവാചകന്മാർ അവർക്കുള്ളത്. എന്തിനു പറയുന്നു? ക്രിസ്തുവും യഹൂദന്മാരിൽ നിന്നല്ലോ പുറപ്പെട്ടു വന്നത്. എല്ലാം അവകാശപ്പെടുന്നത് അവരായിരുന്നു. എന്നാൽ അവനെ കൈക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അവന്റെ നാമത്തെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. അപ്പൊ കർത്താവിന്റെ ജന്മം മുതൽ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷം വരെ നാം അധിവസിക്കുന്ന ഈ ലോകത്തിലായിരുന്നു നമ്മുടെ കർത്താവ്. ഈ ലോകത്തെ ഉളവാക്കിയവനും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനുമായവനാണ് ക്രിസ്തു. സൃഷ്ടിതാവ് എന്ന നിലയിൽ അവനെ അംഗീകരിക്കേണ്ടതിന് പകരം ഈ ലോകത്തിലെ ഇതര മനുഷ്യരിൽ ഒരാളായിട്ടാണ് ലോകം അവനെ വിലയിരുത്തിയത്. അവൻ യഥാർത്ഥ സൃഷ്ടാവാണെന്നും അവൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നും ഞങ്ങളെ രക്ഷിപ്പാൻ വന്നവനാണെന്നും മനസ്സിലാക്കാതെ കേവലം ഒരു മനുഷ്യന് കൊടുക്കുന്ന പരിഗണന പോലും
യഹൂദന്മാർ അവന് കൊടുക്കാതെ അവനെ തള്ളിക്കളഞ്ഞു, അവനെ ഹീനനെന്നും. എന്തിനു പറയുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലോകത്തെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ആ സൃഷ്ടിച്ചവനെ പറയുകയാണ്, നീ നടത്തുന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും യബൂസ്യൻ, അതെ, ഭൂതങ്ങളുടെ നേതാവിനെ കൊണ്ട് നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് കർത്താവിനോട് പറയുവാൻ തക്കവണ്ണം അവനെ തള്ളിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന്റെ മഹത്വം, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമാണ്, കർത്താവായ യേശു ക്രിസ്തു ജീവനാണ് എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്കെന്ന് കർത്താവെ, യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്ന അനേകരുണ്ട് കർത്താവ്. അവരെല്ലാം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പഠനം അവയെ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ കർത്താവിലേക്ക് തിരിയുവാൻ ഈ പഠനം കർത്താവെ ഉപകരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക റോസ് ഫാമിലി എന്ന ഈ ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു, ഇതിൻ്റെ അഡ്മിന്മാരെ ഓർക്കുന്നു, റോസിലിസിനെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങൾ തരികയാണ്. അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ, കുടുംബമടക്കം ദൈവം അവരെ മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.